ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ദൈവവചനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ തന്ന വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്കും എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ച ദേവദാസം കുടുംബത്തിനും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 10-13 വർഷത്തോളം ചാണകമഴുകുന്ന വീട്ടിൽ കഴിയുകയായിരുന്നു. 7 വർഷത്തോളം ഒരു തുണിക്ക് മറുതുണിയില്ലാതെ കഴിക്കുവാൻ ഒരു ഭക്ഷണമില്ലാതെ ഇരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദൈവത്തെ പാടിയും സ്തുതിച്ചും കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഭവനമുണ്ട്. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിക്ക് സുഖമില്ലാതെയായി. 9 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മമ്മി ദൈവത്തിൻ്റെ സന്നിധി ചേർക്കപ്പെടുവാൻ ഇടയായി. പക്ഷൊരു സാക്ഷ്യം പറയുവാനുണ്ട്. എൻ്റെ മമ്മിയുടെ ജീവിതഘട്ടത്തിൽ വേദനയുടെ സമയത്ത്, വേദനയായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ദൈവപൈതൃകങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നാൽ ആ സമയത്ത് മമ്മിയുടെ മേൽ ഒരു പ്രത്യേക ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ വേദനയുടെ ഘട്ടത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൂടുതലായി തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? എന്ന പകലിൽ നമ്മൾ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവരായിരിക്കണം. അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്നവരായിരിക്കണം. ആമേൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറയാവൂ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവിനെ ചിന്തിപ്പിച്ച ഒരു വചനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിയിട്ട് ജാതികളെയും മൂടുന്നു. നിൻ്റെ മേൽ യഹോവ ഉദിക്കുന്നു. അവൻ്റെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, ഈ സമയത്ത് തിരുഭാഗത്തിൽ അടുത്തു വന്നിരിക്കുന്നു. വാക്യപ്പെട്ട തിരുഭാഗത്തെ തിരുകരങ്ങൾക്ക് തരികയാണ്. ദൈവാത്മാവ് അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കണം. വാക്കോടും നാവോടും കൂടെ നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. നീ അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ സാക്ഷാൽ മിശിഹ വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സിയോൻ എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു. പകല് ഞാൻ വിളിച്ച് പറയട്ടെ, നിൻ്റെ മേലിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നിനക്ക് പ്രകാശിക്കുവാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. നിൻ്റെ മേൽ അഭിഷേകമുണ്ട്, പക്ഷെ നീ അതിനെ പ്രകാശിപ്പിക്കണം. ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. ആമേൻ. ജീസസ്. ലോകം ഇപ്പോഴും ആത്മീയ അന്ധകാരത്തിലും പീഡയുടേതായ ഇരുട്ടിലും കഴിയുകയാണ്. ലോകം ഇരുട്ടിൽ ഇപ്പോഴും കിടക്കുകയാണ്. ലോകം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. അതിന് ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നു. ആദ്യം ഭൂമി ഇരുട്ടിൽ കിടക്കുകയായിരുന്നു, പാഴും ശൂന്യമായി കിടക്കുകയായിരുന്നു. പക്ഷേ ആ പാഴും ശൂന്യമായി കിടന്നിരുന്നതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ച് പറയട്ടെ, നിൻ്റെ വിഷയത്തിൽ നീ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, നിൻ്റെ പ്രശ്നം എന്തോ, നിൻ്റെ ജീവിതത്തിൽ എന്ത് ഇരുട്ടാണോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവാത്മാവെന്ന് പ്രവർത്തിക്കുവാൻ പോകുകയാ. ആമേൻ. പ്രൈസ് ഗോഡ്. നിന്റെ ഇരുട്ടിനെ മാറ്റി ദൈവപ്രകാശം അവിടെ ശോഭിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയാവൂ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ യഹോവ ഇസ്രായേലിന്റെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട്
ആ പ്രകാശം ഇസ്രായേൽ മുഖാന്തരം ലോകത്തെങ്ങും പരക്കുന്നു. ആമേൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേലുള്ള ദൈവ സാന്നിധ്യം, നമ്മുടെ മേലുള്ള അഭിഷേകം പ്രകാശിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചർച്ചക്കാരിൽ, നമ്മൾ പാർക്കുന്ന ദേശത്ത്, നമ്മുടെ ചർച്ചിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മേലുള്ള ദൈവ സാന്നിധ്യം പരക്കുവാനിടയാകണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ജീസസ്, ആമേൻ, ജീസസ്. ഇസ്രായേൽ മക്കൾ മിസ്രൈം എന്ന ദേശത്ത്, ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈം ദേശം ഇരുട്ടാണ്, താഴ്ചയാണ്. ആമേൻ. കിടക്കുന്ന സമയത്ത്, വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനിടയായി. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനിടയായപ്പോൾ അവരെ രക്ഷിക്കുന്നതിന് മോശ എന്ന ദിവ്യസുന്ദരനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി. ആമേൻ. നിൻ്റെ ജീവിത പ്രശ്നങ്ങൾ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നാം ദൈവത്തോട് കരയുമ്പോൾ, നിൻ്റെ ജീവിതത്തിൻ്റെ നടുവിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുവാനിടയാകും. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ ജീവിത പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുവാനിടയാകും. ഇന്ന് ഗ്രൂപ്പിലായിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. പണ്ടേയുള്ളതിനെ നിരൂപിക്കരുത്, പണ്ടേയുള്ളവയെ നിരൂപിക്കരുത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുകയാ. സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കഴിയുന്നവർ ആത്മാവിൽ ആരാധിച്ചാട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ് ഇൻ ക്രൈസ്റ്റ്. ശൗവലിൻ്റെയും ദാവീദിൻ്റെയും ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആമേൻ. ശൗവലിൻ്റെ മേലുള്ള അഭിഷേകം വിട്ടുപോയപ്പോൾ ദൈവം മറ്റൊരുവനെ ഏൽപ്പിച്ചു. ആരാണവൻ? അവനാണ് യിശ്ശായിയുടെ പുത്രനായ ദാവീദ്. ആരായിരുന്നു ദാവീദ്? ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ച് പറയട്ടെ, ചിലവർ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടകലുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, ദൈവത്തിൽ നിന്ന് പെരുമാറ്റ അവസ്ഥയിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ നടുവിൽ ദൈവം മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കുവാനിടയാകും. പ്രൈസ് ഗോഡ് ജീസസ്. അതിന് പകരമായി ദൈവം മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കുവാനിടയാകും. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ആമേൻ. ആ ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അപ്പൻ്റെ ആടുകൾ ആക്രമിക്കുവാൻ വരുന്ന സിംഹത്തെ കണ്ട് അവൻ സിംഹത്തിൻ്റെ താടിയെ പിടിച്ച് വലിച്ചു ചീറ്റി. അവിടെയാണ് ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശത്രു ഏതെങ്കിലും വിഷയത്തിൽ നമ്മളെ കുരുക്കുകയാണെങ്കിൽ, നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ, ആ വിഷയത്തിൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവിനെ നമ്മൾ പിടിച്ച് ചീന്തുവാനിടയാകണം. അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടത്. അവിടെയാണ് നമ്മൾ ആത്മാവിലാട്ട് ആകേണ്ടത്. അങ്ങനെ വിശ്വസിക്കുന്നതും തിരിച്ചറിയുന്നവർ ആത്മാവിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിത്യമായി ഇടപെടുക. ഊഠാവാര വൈഡവരാധികരസി. ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. ഏലിയാവിൻ്റെ ഭാഗം നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലയോ? ഏലിയാവിനെ ദൈവം എടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എലീശയെ ഏൽപ്പിച്ചു. ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. ആമേൻ. ഏലിയാവിൻ്റെ പുതപ്പ് എലീശയുടെ മേൽ ഇട്ടപ്പോൾ അവൻ്റെ മേൽ അഭിഷേകം. ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. ഏലിയാവ് നടന്നു പോകുമ്പോൾ എലീശയും പിന്തുടർന്ന് പോകുന്നുണ്ടായിരുന്നു. യെരിഹോ വെച്ച്, നീ എന്തിനാ എൻ്റെ കൂടെ പോരുന്നു? നീ ഇവിടെ നിന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുക്കപ്പെടും. ആമേൻ. പ്രൈസ് ഗോഡ്. എലീശ പറഞ്ഞു, നിന്നാണ് യഹോവയാണ്, ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമല്ല. ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ പറയാമോ? ശക്തി ഹല്ലേലൂയ പറയാമോ?
ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. എലീശയെ എഴുന്നേൽപ്പിച്ചു. ഏലിയാവിൻ്റെ പുതപ്പ് എലീശയുടെ മേൽ വീണപ്പോൾ അവൻ ചെയ്ത അഭിഷേകം വ്യാപിച്ചു. ഇന്ന് പകലിൽ ഞാൻ വിളിച്ച് പറയട്ടെ, പലവർ ശുശ്രൂഷയിൽ നിന്ന് ശുശ്രൂഷയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവം മറ്റൊരുവരെയും അതിൻ്റെ ഇരട്ടി ശക്തിയോടെ എഴുന്നേൽപ്പിക്കുവാനിടയാകണം. നമ്മുടെ ജീവിതത്തിലാണ് ചുരുക്കം നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ പറയണം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയുടെ വ്യാപാരം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ നാം അനുഭവിച്ചറിയണം. അമ്മേ പ്രൈസ് ഗോഡ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഏലിയാവിൻ്റെ മേൽ നിന്ന് എലീശയ്ക്ക് കിട്ടിയ ആ ഇരട്ടി ശക്തിയുടെ വ്യാപാരം ഇന്ന് പകലിൽ എൻ്റെ മേൽ വ്യാപരിക്കണം എന്ന് വിശ്വസിക്കുന്നവർ, എന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളിൽ ഹല്ലേലൂയ പറയാവോ? എന്ന് അവരുടെ മേൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരുവനെ മാറ്റി മറ്റൊരുവനെ അതിൻ്റെ പകരക്കാരനാക്കി, ഒരുവനെ മാറ്റിക്കൊണ്ട് ഒരുവനെ പകരനാക്കിക്കൊണ്ട് ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയുടെ വ്യാപാരം ഇന്ന് നിൻ്റെ ജീവിതത്തെ ദൈവം തരാൻ പോകുകയാണെന്ന് എപ്രകാരം ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. റിബാലവലവ ശൈഡവനാദിയ തമാന വൈഡവനാദിയ. നിൻ്റെ വിഷയത്തിൻ്റെ നടുവേരി സമാധാനത്തിൻ്റെ പ്രഭു ഇറങ്ങാൻ പോകുകയാ. സമാധാനത്തിൻ്റെ പ്രഭു ഇറങ്ങാൻ പോകുകയാ. അത്ഭുത മന്ത്രി ഇറങ്ങുവാൻ പോകുകയാ. ജനം ആത്മാവിലായിക്കേ, ജനം ആത്മാവിലാവട്ടെ. റിബാലവലവ ശൈഡവനാദികരസ് അർത്ഥമാന വൈഡവനാദിയ ഉടവലവലവ ശൈഡവനാദികരസി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാരം വിളിച്ചു പറയുന്നു. നിൻ്റെ പ്രശ്നം എന്തോ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ടാ. നിൻ്റെ പ്രശ്നം എന്തായിക്കൊള്ളട്ടെ, നിൻ്റെ കടഭാരമാണ് നിൻ്റെ വിഷയം, കുഞ്ഞുങ്ങളാണ് നിൻ്റെ വിഷയം, നിൻ്റെ കല്യാണം കഴിക്കാൻ കഴിയാത്തതാണ് നിൻ്റെ വിഷയം, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നതാണോ നിൻ്റെ വിഷയം, അതിലോർത്തൊന്നും നീ ഭാരപ്പെടേണ്ട. ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ക്രൂശിയാഗം മാറ്റുന്നവനാണ്. ആ കുരിശിൻ്റെ ശക്തി, ആ പുനരുത്ഥാന ശക്തി ഇന്ന് രാത്രി, ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുവാൻ പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടിനെ നാല് വരി പാടി ഞാൻ വചനത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്ന അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാം. ഹല്ലേലൂയ. ഉലകമഹാതാരകിലരുമോർപ്പോൾ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനിയാൽ ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനിയാൽ ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്ന ദിനം ജയഗീതം പാടിടുവൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്ന ദിനം ജയഗീതം പാടിടുവേ. നമ്മുടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുകയാ, നമുക്ക് വേണ്ടിയാണ് പക്ഷവാദം ചെയ്യുകയാ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന യേശുവിനെ ഇന്ന് രാത്രി നമുക്ക് സ്തുതിക്കാൻ പറ്റുമോ? അവൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയാൻ കഴിയുമോ? പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാ. നിൻ്റെ ജീവിതത്തെയും പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാ. പണ്ടുകളൊന്നും നിരൂപിക്കരുത്, പണ്ടുകളൊന്നും ഓർക്കണ്ട. ഇപ്പോൾ ഇതാ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ നമ്മുടെ സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, ഇത്രയും സമയം നിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ ദൈവം സൃഷ്ടിപ്പാൻ തന്ന വലിയ സമയത്തോട്ട് നമ്മോട് ആട്ടുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പക്ഷേ ഈ ജലത്തിൻ്റെ നടുവിൽ ഏത് വിഷയത്തിൻ്റെ നടുവിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൻ്റെ നടുവിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കുമാറാകണം. കർത്താവിൻ്റെ സാന്നിധ്യം പരിവർത്തനായ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ച ടീം അംഗങ്ങളോടും ദൈവദാസനോടും എൻ്റെ നന്ദിയെ ഇത്തരണത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.